ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വളഞ്ഞിരുന്നൊക്കെ കഴിക്കാനാണല്ലേ രുചി കൂടുതലും. സാധാരണ മലയാളികളുടെ ഒരു ശീലവും അങ്ങനെയാണല്ലോ. അപ്പം ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറേ ദിവസമായെങ്കിലും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിക്കാതെ അവിടെ വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ഒരു ദിവസം നാത്തൂനൊക്കെ വന്നപ്പോഴാണ് പിന്നെ ഇതിനകത്ത് കുറച്ചെടുത്ത് അവിച്ചത്. അന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയിരുന്നതിനെ ഞാനിതുപോലെ ഒരാളും കൂടി വന്നപ്പോഴാണ് ഞാൻ പിന്നെ അവിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. മുറിച്ച് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നേ. അപ്പോൾ ഇതുപോലെ അവിച്ചൊക്കെ എടുക്കുമ്പോൾ എളുപ്പത്തിലൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അത് വെച്ച് കഴിക്കാനായിട്ട്. ഞാനത് മരിച്ചിരിക്കായാലും ഇതിനായാലും അതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്തേ. എന്നിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നല്ല വൃത്തിയായിട്ടൊന്ന് തൊലിച്ച് വൃത്തിയാക്കി എടുത്ത് നമ്മൾ കടുവൊക്കെ താളിക്കാൻ അരിയും പോലെ ഒന്ന് അരിഞ്ഞെടുത്തു. ഇത് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത്. അടിച്ചെടുത്താൽ നല്ല ബീറ്റർ ടേസ്റ്റും ഉണ്ടാകും. അരിഞ്ഞെടുക്കുമ്പോഴാണ് അതിന് നല്ല രുചി ഉണ്ടാകുന്നത്. അപ്പോൾ അരിഞ്ഞെടുത്ത ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മി ഉപ്പെല്ലാം ഉള്ളിയിലിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത്, ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് കുറച്ചേ മുളക് ചേർക്കുന്നുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാമേ. കൈകൊണ്ട് തന്നെയാണ് തിരുമ്മി പിടിപ്പിക്കുന്നത്. കൈകൊണ്ട് തിരുമുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. അവരവരുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതിൽ നിന്നും ഒരു കഷ്ണവും അതിൽ നിന്നും കുറച്ച് ഉള്ളി ചമ്മന്തിയും കൂടെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതിപ്പം എഡിറ്റ് ചെയ്യുമ്പോഴും ഇതിലൊരു പീസ് കിട്ടിയിരുന്നെങ്കിലെന്ന് എനിക്ക് കൊതി തോന്നി കേട്ടോ. നല്ല രുചിയുള്ളൊരു സംഭവമാണ്. ഇതുപോലെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.